ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർമോൺസിനെ കുറിച്ചാണ്. ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്താണ്, മെക്കാനിസം എന്താണ്, ഹോർമോൺ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അത് എവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ എസ്റ്റിമേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഹോർമോൺ? ആദ്യം എന്താണ് ഹോർമോൺ എന്ന് പറയാം. ദീസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, അപ്പൊ ബേസിക്കലി കെമിക്കൽ കോമ്പൗണ്ടുകളാണ്. പ്രോട്ടീൻ സ്ട്രക്ചറുള്ള വരുന്നത് തന്നെയാണ്, അതിലെല്ലാം വരുന്നുണ്ട്. ലിപ്പോപോളിസാക്ക് അങ്ങനെയുള്ള എല്ലാ സ്ട്രക്ചറിലും വരുന്നുണ്ട്. എന്നാലും ബേസിക്കലി ദീസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അതായത് ഒരു മെസ്സേജ് ആണ്. പണ്ട് ഒരു രാജാവ് മറ്റൊരു രാജാവിന് ഇങ്ങനെ മെസ്സഞ്ചേഴ്സിനെ, ദൂതന്മാരെ അയക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് മെസ്സേജ് കൺവേ ചെയ്യാം. അതേപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തായിരിക്കും, അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ അവിടുന്ന് പാസ് ചെയ്ത് ഇപ്പോ എന്തിനെങ്കിലും സെക്രീഷൻ കൂട്ടാൻ, ഇപ്പൊ തൈറോയ്ഡ് ഹോർമോൺ ആണെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ തൈറോയിഡിന്ന്, അതായത് പിറ്റ്യൂട്ടറിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ എത്തുമ്പോൾ അതൊരു മെസ്സേജ് ആണ്, ഒന്നല്ലെങ്കിൽ സെക്രീഷൻ കൂട്ടാൻ. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ഇൻഹിബിഷനും ഉണ്ട്. അപ്പൊ എത്രത്തോളം വരുന്നോ അത്രത്തോളം സെക്രീഷൻ നമ്മുടെ ബോഡി കൂട്ടും. അങ്ങനെ ഒരു മെസ്സഞ്ചർ ആണ് ആക്ച്വലി. ദീസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈനും ഉണ്ട്, എക്സോക്രൈനും ഉണ്ട്. ഈ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെ തന്നെ ആക്ഷൻ, അല്ലെങ്കിൽ എവിടെയാണോ ആക്ഷൻ വേണ്ടത് അവിടുത്തെ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ അത് അങ്ങനെ വരുന്നത്. പക്ഷെ എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും, അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ വേറെ സ്ഥലത്തായിരിക്കും. ഗ്ലാൻഡ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ സെൽസ് ഒക്കെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ അതുപോലെ ഇത് ഡക്റ്റ്ലെസ് ആണ്, ഡക്റ്റുകൾ ഉണ്ടാവില്ല, ബ്ലഡിലൂടെയാണ് ഇത് പാസ് ചെയ്യുക. അല്ലാതെ ബാക്കി ഇപ്പൊ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിലുള്ള എൻസൈംസ് ഒക്കെ ആണെങ്കിൽ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് ഒരു ഡക്റ്റ് വഴി, അതായത് ഇപ്പൊ പരോട്ടിഡിൽ നിന്ന് ഒരു ഡക്റ്റ് വഴി നേരിട്ട് എവിടേക്കാണോ സെക്രീറ്റ് ചെയ്യുന്നത് അവിടേക്ക് എത്തിക്കുന്നു. പക്ഷെ ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ് അങ്ങനെയല്ല, അത് എത്തിക്കുന്നത് ത്രൂ ബ്ലഡ് ആണ്. സോ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ റെഗുലേറ്റ് മെറ്റബോളിസം. ഒരുപാട് മെറ്റബോളിസം, നമ്മുടെ ബോഡിയുടെ എല്ലാ മെറ്റബോളിസംസും കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ദെൻ ഗ്രോത്ത്, നമ്മുടെ വളർച്ച, ഗ്രോത്ത് ഹോർമോൺ അത് വരുന്നുണ്ട്. റീപ്രൊഡക്ഷൻ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതേപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ഇങ്ങനെയുള്ള അതിന്റെ എല്ലാ പ്രൊഡക്ഷൻസും അങ്ങനെയെല്ലാം നമ്മുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നു. ആൻഡ് ഹീമോസ്റ്റാസിസ്. ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഹോർമോൺ കൂടുതലാവാൻ പാടില്ല, ഒരു ഹോർമോൺ കുറവാൻ പാടില്ല, ഒരു എൻസൈംസും കൂടെ. എൻസൈംസ് പിന്നെ അതിന്റെ സബ്സ്ട്രേറ്റ്, പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള ഒരു കൺട്രോൾ റെഗുലേഷൻ വരുന്നുണ്ട്. ഇവിടെ ഹോർമോൺ ആകുമ്പോൾ ഒന്നും കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയാലാണ് നമ്മുടെ ബോഡി ഇക്വിലിബ്രിയത്തിൽ പോകുള്ളൂ. അതാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലും വരാം. നമുക്ക് പെപ്റ്റൈഡ് ഹോർമോൺസ് ആവാം, കെമിക്കൽ നേച്ചർ പെപ്റ്റൈഡ് ഹോർമോൺസ്. പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ്, അതായത് പ്രോട്ടീന്റെ ഇതിലാണ് വരുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന ADH. നമ്മുടെ ബോഡിയിൽ ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ള ഡിസീസിൽ അതിന്റെ സെക്രീഷൻ കുറവോ ആബ്സെൻസിലാണ് നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരിക. കിഡ്നി ട്യൂബ്യൂളിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത് കുറയുക. അതിനെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ദെൻ സ്റ്റീറോയിഡ് ഹോർമോൺസ്. സ്റ്റീറോയിഡ് ഹോർമോൺസ് ആകുമ്പോൾ കോർട്ടിസോൾ വരാം, ഈസ്ട്രോജൻ വരാം, ടെസ്റ്റോസ്റ്റിറോൺ. ഇതെല്ലാം സെക്സ് ഹോർമോൺസ് ആണ്. ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ എല്ലാം. കോർട്ടിസോൾസിനും ഒരുപാട് നമ്മുടെ ബോഡിയിലെ ഹീമോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒരുപാട് റോളുണ്ട് കോർട്ടിസോളിനും. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ് തൈറോക്സിൻ, എപ്പിനെഫ്രിൻ. തൈറോക്സിനും എപ്പിനെഫ്രിൻ, അതായത് അഡ്രിനാലിൻ, അതെല്ലാം അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. മെജോറിറ്റി ഇതിന്റെ പ്രോട്ടീൻസ് ആണ്. വേറെ സ്ട്രക്ചറിലും കാണുന്നത് വരാം. ദെൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇത് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ, ഇത് ബ്രെയിൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് ബ്രെയിൻ ആണ്.
ഇവിടെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഇങ്ങനെയുണ്ട്. ഇത് കണക്ട് ചെയ്യുന്നത് ഒരു ഇസ്തുമസ് വഴിയാണ്. ഇവിടെ ഇത്രയും കണക്ഷൻ വരും. ഇസ്തുമസ് വഴി ചെറിയൊരു ജോയിന്റ് വഴിയാണ് ഇവിടെയാണ് ഇസ്തുമസ് വരുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് കരുതാം. അപ്പൊ ഇത് TSH പ്രൊഡ്യൂസ് ചെയ്യും. അത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാനിപ്പോൾ ഇന്റർവ്യൂവിന് ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഹോർമോൺ TSH സെക്രീറ്റ് ചെയ്യുന്ന ഇവിടെ സിമ്പിളായിട്ട് വേഗം പറയും തൈറോയ്ഡ് ഗ്ലാൻഡ്. കാരണം തൈറോയിഡിന്റെ ഡിഫക്റ്റ് കണ്ടുപിടിക്കാനാണ് T3, T4, TSH നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം തൈറോയ്ഡ് ആണെന്ന് ഇങ്ങനെയൊക്കെ ഒന്നല്ലെങ്കിൽ അറിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഥ്യാധാരണ അവർ വെച്ച് കൊണ്ടുപോകുന്നതായിരിക്കാം. TSH എവിടെ സെക്രേറ്റ് ചെയ്യുന്നത് സിമ്പിളായി ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയും തൈറോയ്ഡ് ഗ്ലാൻഡ്. സോ ഈ ബ്രെയിൻ ആണ്, ഇത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡും അപ്പൊ TSH സെക്രീറ്റ് ചെയ്യുന്നു. ഇത് അപ്പൊ T3, T4 സെക്രീറ്റ് ചെയ്യുന്നു. T3, T4 ഇത് രണ്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. T3, T4. അപ്പൊ ഈ T3, T4 ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കൂടുന്നു. ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം പ്രൊഡ്യൂസ് ചെയ്യും, ബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് TSH സെക്രീഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ TSH ഡിക്രീസ് ചെയ്യും. TSH സെക്രീഷൻ ഡിക്രീസ് ചെയ്യും. TSH സെക്രീഷൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിമുലേഷൻ കുറയും, പ്രൊഡക്ഷൻ കുറയും. ഇനി ഇവിടെ അത് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുക്കും. പോസിറ്റീവോ നെഗറ്റീവോ കൊടുക്കാൻ പറ്റും. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം കൊടുത്തിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പൊ കൂടുതൽ TSH പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ TSH വരുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആവും. ഇതാണ് നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പൊ ഇനി ഹോർമോൺസിന്റെ ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺസ്. ഹോർമോണും റിസപ്റ്ററും ഇന്ററാക്ട് ചെയ്യാണ്. ഹോർമോണും അത് എവിടെയാണ് ആക്ട് ചെയ്യുക, എന്തിനാണോ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിന് ഹോർമോണിനെ റിസീവ് ചെയ്യുന്ന ഒരു റിസപ്റ്റർ ഉണ്ട്. സോ അതിനാണ് മെംബ്രെയിൻ റിസപ്റ്റർ എന്ന് പറയാം. മെംബ്രെയിൻ റിസപ്റ്റർ പറയും മെംബ്രെയിനുകളിലുള്ളത്. സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം വഴിയാണ് പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് ഇങ്ങനെ ആക്ട് ചെയ്യുക. മെംബ്രെയിൻ റിസപ്റ്റർ വരുന്ന ഹോർമോൺ റിസപ്റ്റർ ഇന്ററാക്ഷനിൽ ഹോർമോൺ മെംബ്രെയിൻ ഇന്ററാക്ഷനിൽ മെംബ്രെയിൻ റിസപ്റ്റർ ആക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഈ റിസപ്റ്റർ ഉണ്ടായിരിക്കും മെംബ്രെയിനിലാണ്. അതിന് എക്സാമ്പിൾ ആണ് പെപ്റ്റൈഡ് ഹോർമോൺ, അതായത് ADH, ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ എല്ലാം. എന്നിട്ട് സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം ആണ് അവർ ആക്ട് ചെയ്യുന്നത്. ദെൻ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തായിരിക്കും റിസപ്റ്റർ ഉണ്ടായിരിക്കുക. ഈ റിസപ്റ്റേഴ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെ വരെ, ഈ കോർട്ടിസോള്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, അവരെല്ലാം ഡയറക്റ്റ് ആക്ടിവേഷൻ ആണ്. ഡയറക്റ്റ് ജീൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് ആക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. സോ ഇൻസുലിൻ സെക്കൻഡ് മെസ്സഞ്ചർ വഴിയുള്ള ഇതിന് എക്സാമ്പിൾ ആണ് ഇൻസുലിൻ ആക്ടിവേറ്റ് ടൈറോസിൻ കൈനേസ് പാത്വേ. ടൈറോസിൻ കൈനേസ് പാത്വേനെ ഇൻസുലിൻ ആക്ടിവേറ്റ് ചെയ്യുന്നു സെക്കൻഡ് മെസ്സഞ്ചർ വഴി. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററിനാണ് കോർട്ടിസോൾ ബൈൻഡ് ടു ദ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആൻഡ് ആൾട്ടർ ജീൻ എക്സ്പ്രഷൻ. അപ്പൊ കോർട്ടിസോള് ജീൻ എക്സ്പ്രഷൻ എല്ലാം ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഇനി ഇങ്ങനെ ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ വരുന്നത്, ഒന്ന് മെംബ്രെയിൻ റിസപ്റ്റർ വരുന്നുണ്ട്, ഒന്ന് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ വരുന്നുണ്ട്. ഇനി വരുന്നത് ഹൈപ്പോതലാമസിലെ ഹോർമോൺസ് ആണ്. ഹൈപ്പോതലാമസ് ഹോർമോൺ. അപ്പൊ ഹൈപ്പോതലാമിക് ഹോർമോൺ സെക്രീറ്റഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിലീസിങ് ഹോർമോൺ, അതായത് CRH, GnRH, GHRH, അതായത് ഈ പറയുന്ന ഡിഫറെന്റ് ആണ്. അപ്പൊ അതായത് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ, ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, കോർട്ടിസോൾ റിലീസിങ് ഹോർമോൺ, അങ്ങനെ കുറെ റിലീസിങ് ഹോർമോൺസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോഴാണ് മറ്റേതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻഹിബിറ്ററി ഹോർമോൺസ് ആയിട്ട് നമുക്ക് ഇൻഹിബിഷന് സഹായിക്കുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ, ഡോപ്പമിൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇൻഹിബിഷന് സഹായിക്കുന്നുണ്ട്. സൊമാറ്റോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ എല്ലാം ഇൻഹിബിഷന്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാം. ഡോപ്പമിനും ഇൻഹിബിറ്റ് ചെയ്യാം.
സോ ഇതിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇറ്റ് റെഗുലേറ്റ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അതായത് പിറ്റ്യൂട്ടറിയുടെ ഹൈപ്പോതലാമസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് ഏത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഹൈപ്പോതലാമസിലാണ് ശരിക്കും ഇതിന്റെ റിലീസിങ് ഹോർമോൺസ് എല്ലാം വരുന്നത്. ഈ പറയുന്ന കോർട്ടിസോൾ റിലീസിങ് ഹോർമോൺ, ഗോണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ എല്ലാം. അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സോമാറ്റോസ്റ്റാറ്റിൻ, ഡോപ്പമിൻ പോലെയുള്ളതും എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് എത്രത്തോളം റിലീസ് ചെയ്യണം എന്നുള്ളത്. ഇനി പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് ഒന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ എന്നുള്ളതാണ് ആദ്യത്തെ ഹോർമോൺ. പിറ്റ്യൂട്ടറിയുടെ ഒരു 6-7 ഹോർമോൺസ് ഉണ്ട്, അതിൽ വരുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം, നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഗ്രോത്തിനെയും മറ്റു കുട്ടികൾ വളർന്നു വലുതാവുന്ന ആ ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ അതിന്റെ ഗ്രോത്ത് ഹോർമോൺ ഓവർ സെക്രീഷൻ വരാം, അണ്ടർ സെക്രീഷൻ വരാം. അതെല്ലാം നമുക്ക് ഡിസീസ് കണ്ടീഷൻ ആയിട്ട് പഠിക്കാം. ദെൻ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ ഓർ ACTH സ്റ്റിമുലേറ്റ് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അത് അഡ്രിനൽ ഗ്ലാൻഡിന് വേറൊരു പേരാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്. കിഡ്നിയുടെ മേലെ ഒരു തൊപ്പി പോലെയുള്ള സ്ട്രക്ചർ വരുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അവിടെ അതാണ് അഡ്രിനൽ കോർട്ടെക്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറാലോകോർട്ടിക്കോയിഡ് ഇതിന്റെയൊക്കെ സെക്രീഷൻ വരുന്നത്. Then thyroid stimulating hormone. It stimulates thyroid. Follicle stimulating hormone for gametogenesis. FSH ലേഡീസിൽ കുറെ ഇതുണ്ടെങ്കിലും FSH മെയിൽസിലും റോൾ ഉണ്ട്. ഗമീറ്റോ അതായത് സ്പേംസിനെയും ഓവത്തിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ലൂട്ടിനൈസിങ് ഹോർമോൺ, ഓവുലേഷൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ആണ് ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ, LHന്റെ ഫംഗ്ഷൻ. ദെൻ പ്രൊലാക്റ്റിൻ, മിൽക്ക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു കുട്ടി പാല് കുടിക്കുമ്പോൾ സക്ലിംഗ് റിഫ്ലക്സ് എന്ന് പറയും. അത് റിഫ്ലക്സ് ആണ്. കുട്ടി പാല് കുടിക്കുന്തോറും അവിടെയുള്ള സെൻസറി നെർവ് വഴി, ബ്രസ്റ്റിലുള്ള സെൻസറി നെർവുകൾ വഴി ബ്രെയിനിലേക്ക് മെസ്സേജ് പോയി അവിടെ പ്രൊലാക്റ്റിൻ റിലീസ് ചെയ്യുമ്പോൾ ഈ മാമറി ഗ്ലാൻഡ്സ് ഒക്കെ കൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ആയിട്ടുള്ള മിൽക്ക് പുറത്തു വരും. അത് ആ കനാലിക്യൂളയിൽ വഴി പുറത്തു വന്നിട്ടാണ് നിപ്പിൾസ് ത്രൂ കുട്ടികൾക്ക് മിൽക്ക് കിട്ടുന്നത്. അതാണ് സക്ലിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് അഡിനോ ഹൈപ്പോഫൈസിസ് ആണ് ഇതിന്റെ പേര്. അതാണ് ഈ 6 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂറോ ഹൈപ്പോഫൈസിസ് ഉണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ് ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, വാട്ടർ റിട്ടൻഷൻ. ഇതിന്റെ ഡെഫിഷ്യൻസിയിലാണ് നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരുന്നത്. ദെൻ ഓക്സിറ്റോസിൻ, യൂട്രൈൻ കൺട്രാക്ഷൻ, മിൽക്ക് ഇജക്ഷൻ. അതായത് ഈ ഓക്സിറ്റോസിന്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രാക്ഷന് സഹായിക്കുന്നതാണ്. മസിൽസും സ്മൂത്ത് മസിൽസും അങ്ങനെയുള്ള മസിൽ കൺട്രാക്ഷൻ, സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ സഹായിക്കുന്നതാണ്. അതായത് ഒരു ഡെലിവറി സമയത്താണെങ്കിൽ നമ്മുടെ ഈ യൂട്രസ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. അത് നമ്മുടെ സ്മൂത്ത് മസിൽസ് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സ്കെൽറ്റൽ മസിൽസ് ആണ്. കാർഡിയക് മസിൽസും സ്മൂത്ത് മസിൽസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ആണ്. അപ്പൊ ഈ മിൽക്ക് ഇജക്ഷൻ, മാമറി ഗ്ലാൻഡിലുള്ള അവിടെയുള്ള സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യിച്ച് ഈ മാമറി ഗ്ലാൻഡുകളിലുള്ള മിൽക്ക് പുറത്തു വന്ന് ആ പല ട്യൂബ്യൂൾസ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് മെയിൻ ഡക്റ്റിലൂടെ പാസ് ചെയ്ത് ആണ് നിപ്പിൾസ് ത്രൂ മിൽക്ക് കിട്ടുന്ന കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെയുള്ള കൺട്രാക്ഷന് സഹായിക്കുന്നതാണ് മിൽക്ക് സെക്രീഷൻ സഹായിക്കുന്ന പ്രൊലാക്റ്റിൻ, കൺട്രാക്ഷന് സഹായിക്കുന്ന മിൽക്ക് ഇജക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസ് പല സ്ഥലത്ത് പല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഇതൊരു സിസ്റ്റമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഗ്രോത്ത് ഹോർമോണിന്റെ അപ്പൊ ഇനി നമ്മൾ നമുക്കൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഓരോന്നും എന്താണ്, എന്തൊക്കെയാണെന്ന് മാത്രമേ പഠിക്കണ്ടൂ. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളില്ല. സോ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് അഡിനോ ഹൈപ്പോഫൈസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് അഡിനോ ഹൈപ്പോഫൈസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അത് ഹൈപ്പോ സെക്രീഷൻ വന്നാൽ ഡോർഫിസം ഉണ്ടാക്കും. ഡോർഫിസം, കുള്ളന്മാര്, ഈ കുള്ളന്മാർ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ അത്ഭുതദ്വീപ് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, അതെല്ലാം ഡോർഫിസം ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് ഡോർഫിസം വരുന്നത്, നോർമൽ ഡോർഫിസം വരും, പിറ്റ്യൂട്ടറി ഡോർഫ് വരും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഈ പറയുന്ന അഡിനോ ഹൈപ്പോഫൈസിൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാതെ വരുന്നതാണ് പിറ്റ്യൂട്ടറി ഡോർഫ്. അവരുടെ സെക്ഷൽ ക്യാരക്ടർ ഉള്ളതൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. അപ്പൊ കുട്ടികളിൽ ഡോർഫിസം ഉണ്ടാക്കും. ഹൈപ്പർ സെക്രീഷൻ, സെക്രീഷൻ കൂടിയാലോ ജൈജാൻറ്റിസം, ഭയങ്കര ഹൈറ്റ് കൂടിയുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മുടെ ഒരുപാട് നിങ്ങൾ ഇതിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ചിൽഡ്രൻസിൽ ഉണ്ടാക്കുന്നതാണ് ജൈജാൻറ്റിസം. അതായത് അവരൊരുപാട് ഹൈറ്റ് ഉള്ള, കൈ കാലുകൾക്കൊക്കെ നല്ല നീളമുള്ള. ഇപ്പൊ നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ മൈസൂർ വൃന്ദാവൻ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാളുണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് അതിന്റെ ഗാർഡന് മുമ്പിൽ നിർത്തിയിരിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ആള് നല്ല ഹൈറ്റ് ആണ്, ഏകദേശം 8 അടിയോ 10 അടിയോ എന്തോ ഹൈറ്റ് ആണ്. നമ്മൾ അവരുടെ ഹാഫ് ഒക്കെ വരും. സോ അവരോട് ഫോട്ടോ എടുക്കാനൊക്കെ അയാൾ പൈസ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അതപ്പോ അത് കുട്ടികളിൽ തന്നെ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ഓവർ സെക്രീഷൻ വരുന്നതാണ്. ഇനി അഡൽട്ടില് മെച്ചുറായ ആൾക്കാരിൽ വരുമ്പോഴാണ് അക്രോമെഗലി. ഈ അക്രോമെഗലി വരുമ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൈ പത്തിയൊക്കെ നല്ല നീളം വയ്ക്കുക, താടിയലിൽ നന്നായി നീളം വയ്ക്കുക, നെറ്റി ഉന്തി വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ മെച്ചുറായിട്ട് നമ്മുടെ ബോൺ ക്ലോഷർ ഉണ്ടായിട്ട്, അപ്പൊ നമ്മൾ ഹൈറ്റ് കൂടുതലായിട്ട് വെക്കില്ല. ബോൺ ക്ലോഷർ, അതായത് ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ബോൺ ക്ലോഷർ വരും. പിന്നെ നമ്മൾ ഹൈറ്റ് വെക്കില്ല. അതാണ് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഹൈറ്റ് വെക്കാത്തത്. പക്ഷെ അതിനപ്പുറം അവരുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ താടിയിൽ നീണ്ടു വരിക, മാൻഡിബിൾ നീണ്ടു വരിക, ദെൻ വിരലുകളിലൊക്കെ ഒരു ഡീഫോമിറ്റീസ് വരിക, ഇതെല്ലാം വരുന്നതാണ് ഈ പറയുന്ന ഹൈപ്പോ സെക്രീഷനും ഹൈപ്പർ സെക്രീഷനും ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഹോർമോൺ. ACTH, അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, അഡ്രിനൽ ഇൻസഫിഷ്യൻസി. ഹൈപ്പോ സെക്രീഷൻ വന്നാൽ അഡിസൺസ് ഡിസീസ് വരാം, ഹൈപ്പർ സെക്രീഷൻ വന്നാൽ കുഷിംഗ് ഡിസീസ് വരാം. കുഷിംഗ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വയറ് നന്നായി പുറത്തേക്ക് തള്ളി വരുന്ന, ദേഹത്തെല്ലാം പർപ്പിൾ സ്ട്രൈ എല്ലാം വരുന്നതാണ് കുഷിംഗ് ഡിസീസ്. ഹൈപ്പർ സെക്രീഷനിൽ വരുമ്പോൾ അഡ്രിനൽ ഇൻസഫിഷ്യൻസി, അവരുടെ സെക്ഷൽ മെച്ചുറേഷൻ എല്ലാം കുറച്ചുകൂടി ഡിഫക്റ്റീവ് ആയിരിക്കും ഈ അഡിസൺ ഡിസീസിൽ. ദെൻ TSH, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതല്ല ഇതായിരിക്കും, ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത, TSH ലെവല് ഹൈ ഉള്ള, TSH അതായത് ഇത് ഇൻഡയറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. അതായത് TSH ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, TSH കൂടുതലാണെങ്കിൽ T3 T4 കുറവായിരിക്കും. T3 T4 കുറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം വരും. T3 T4 കുറയും, TSH കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ തൈറോയിഡിന്റെ ആക്ടിവിറ്റി, ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡിനാണ് വരുന്നത്, TSH അവിടെ കൊടുത്താലും T3 T4 കുറവായിരിക്കും, അപ്പൊ TSH കൂടുതലായിരിക്കും. ഇവർക്ക് എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഉണ്ടാവും, തണുപ്പ് സഹിക്കാൻ പറ്റില്ല, ഫ്രോഗി വോയിസ് വരും, മുടി കൊഴിയും, അതേപോലെ മെനിസ്ട്രൽ അബ്നോർമാലിറ്റീസ് വരും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഹൈപ്പോ തൈറോയിഡിസിന് വരും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഇവർ തടിച്ചു വരും. പിന്നെ പിഗ്മെന്റേഷൻ, കണ്ണിന് താഴെയെല്ലാം പിഗ്മെന്റേഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരാം. ഇനി ഹൈപ്പർ ആണെങ്കിൽ ഇത് നേരെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ T3 T4 കൂടുതലായിരിക്കും, അപ്പൊ TSH അവരുടെ കുറവായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് നേരെ തിരിച്ചുകളാണ്, അവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, നല്ല മെലിയും, അവർ നന്നായിട്ട് മെലിയും. പിന്നെ മുടി കൊഴിച്ചില്, ലേഡീസ് ആണെങ്കിൽ മെനിസ്ട്രൽ അബ്നോർമാലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും. പിന്നെ FSH LH ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ലോ വാല്യൂ ആണ് ഇൻഫെർട്ടിലിറ്റി വരാം. ഹൈപ്പർ സെക്രീഷൻ വന്നാൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി വരാം. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതാവുക, മീൻസ് അവരുടെ പ്യൂബർട്ടി വരുന്നത് നോർമൽ ഫീമെയിൽസിൽ ഒരു 8 to 12, മെയിൽസിൽ ഒരു 10 to 14 പ്യൂബർട്ടി വരിക. പക്ഷെ ഇവരുടെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആയിരിക്കും. 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വരുന്നതാണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. പെൺകുട്ടികൾ 6 വയസ്സിലൊക്കെ അവർക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ പ്രൊലാക്റ്റിൻ ഡിക്രീസ് ചെയ്താൽ ഡിക്രീസ്ഡ് ലാക്ടേഷൻ, പാലില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രൊലാക്റ്റിൻ ടാബ്ലറ്റ് എല്ലാം കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഹൈപ്പർ
പ്രൊലാക്റ്റിനീമിയ അല്ലെങ്കിൽ ഗാലക്ടോറിയ എന്ന് പറയും. ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറയും, അല്ലെങ്കിൽ ലാക്ടോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരും ഹൈപ്പർ സെക്രീഷനിൽ. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ തൈറോക്സിൻ, തൈറോയ്ഡ് ഹോർമോൺ വരുന്നത് തൈറോക്സിനും ട്രൈഐഡോ തൈറോണിനും. അതാണ് T3 മെറ്റബോളിസം. അപ്പോൾ കാൽസിറ്റോണിൻ എന്നുള്ള ഹോർമോൺ, കാൽസിറ്റോണിൻ ലോവേഴ്സ് കാൽഷ്യം ലെവൽ. തൈറോയ്ഡ് ഹോർമോണിൽ വരുന്നതാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന ഹോർമോൺ. TSH പിറ്റ്യൂട്ടറിയിലാണ് വരിക, കാരണം അത് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. തൈറോയ്ഡ് ഹോർമോണിൽ വരുന്നത് തൈറോക്സിൻ T4, ട്രൈഐഡോ തൈറോണിൻ എന്ന് പറയുന്നത് T3. അത് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നതാണ്. അയഡിനേഷൻ, കപ്ലിംഗ് അങ്ങനെയുള്ള സ്റ്റെപ്പുകളെല്ലാം അതിൽ വരുന്നുണ്ട്. ദെൻ കാൽസിറ്റോണിൻ, ഇറ്റ് ലോവേഴ്സ് കാൽഷ്യം ലെവൽ. അപ്പൊ T3 എന്ന് പറയുന്നത് 80 to 200 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. T4 എന്ന് പറയുന്നത് 4.5 to 12.5 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. TSH എന്ന് പറയുന്നത് 0.5 to 5 മൈക്രോ IU പെർ ml ആണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് ക്ലിയർ ആണോ, എക്ലിയർ ആണോ, എലൈസ് ആണോ, ഇപ്പൊ കുറെ ഇമ്മ്യൂണോഫ്ലൂറസൻസ് വഴി RDT കുറെ ഇത് വെച്ചിട്ട് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്, അതിനനുസരിച്ച് നോർമൽ റേഞ്ചിൽ ചെറിയ മാറ്റങ്ങൾ വരും. എന്നാലും ഏകദേശം ഒരു റേഞ്ച് ഈ റേഞ്ചിന് വരും. ചിലപ്പോൾ 0.45 to 4.5 പറയുള്ളൂ, ചിലപ്പോൾ 0.25 to 4.5 പറയും. അപ്പൊ അതിന് ചെറിയ ഫ്ലക്ച്വേഷൻ വരും. ഈ TSHന്റെ വാല്യൂ ആണ് പറഞ്ഞത്. ഇനി തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ബ്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൈറോയ്ഡ് ആണ് പറഞ്ഞത്, നേരെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹൈപ്പോതൈറോയിഡിസം, മിക്സഡിമ എന്നുള്ള കണ്ടീഷൻ കോസ് ചെയ്യും. മിക്സഡിമ അതായത് ലോ T3, T4 ഹൈ, ഇത് TSH ഹൈ വരുന്നത്, വെയിറ്റ് ഗെയിൻ വരും, കോൾഡ് ഇൻടോളറൻസ് വരും, ക്ഷീണം, ഫാറ്റീഗ് വരും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ T3, T4 ഹൈ ആയിരിക്കും, TSH ലോ ആയിരിക്കും. അതില് വെയിറ്റ് ലോസ് ആണ് വരും. മെലി എന്ന് പറഞ്ഞില്ല, വെയിറ്റ് ലോസ് വരും. ഹീറ്റ് ഇൻടോളറൻസ്, ചൂട് സഹിക്കാൻ പറ്റില്ല ഇവർക്ക്. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഇവർക്ക് ഇങ്ങനെ എപ്പോഴും കേൾക്കുന്ന പോലെ ഒരു ഫീൽ വരും. ദെൻ ഗോയിറ്റർ, അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ആണ് ഗോയിറ്റർ. അപ്പൊ അതിന്റെ സിംറ്റംസ് ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് വരും. പിന്നെയുണ്ട് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ടുള്ള ഹാഷിമോട്ടോസ് ഡിസീസ്, ഗ്രേവ്സ് ഡിസീസ്, അതെല്ലാം വരുന്നുണ്ട്. ദെൻ പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസിങ് PTH, അതായത് പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം. പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഹൈപ്പോ പാരാതൈറോയിഡിസം പറഞ്ഞാൽ കാൽഷ്യം ലെവൽ കുറയുക. ടെറ്റനി എന്നുള്ള ഡിസീസ് കോസ് ചെയ്യും. ടെറ്റനി, ഈ മസിൽ സ്പാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അവർക്ക്. പെട്ടെന്ന് നമ്മുടെ കാൽഷ്യം കുറഞ്ഞാൽ തന്നെ നമുക്ക് മസിൽ സ്പാസം ഇതൊക്കെ വരും. നമുക്ക് നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൈയൊക്കെ ഇങ്ങനെയായിട്ട് ഇരിക്കും, അവരുടെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അവർ എത്ര ശ്രമിച്ചാലും മൂവ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ഭയങ്കര ക്ഷീണം വരും, കയ്യും കാലൊക്കെ കോച്ചിപ്പിടുത്തം പോലെ വരും, ചിലപ്പോൾ വിരലുകളൊക്കെ ഇങ്ങനെയൊക്കെ ആവും അവരുടെ. അതിനുശേഷം അവർക്കൊരു കാൽഷ്യം ഇഞ്ചക്ഷൻ, ഈ സിംറ്റംസ് കണ്ടാൽ നമുക്കറിയാം, കാൽഷ്യം ഇഞ്ചക്ഷൻ കൊടുത്താൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയാവുന്നതാണ്. ദെൻ ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹൈ കാൽഷ്യം ആണ് ഇവർക്ക് വരിക. ഹൈപ്പർ പാരാതൈറോയിഡിസിൽ ഓസ്റ്റിയോപോറോസിസ്, കിഡ്നി സ്റ്റോൺ ഒക്കെ അവർക്ക് വരാം. കാരണം കാൽഷ്യം റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇനി പാൻക്രിയാറ്റിക് ഹോർമോൺസ്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ സെൽസ് ഉണ്ട്, ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അത് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഇൻസുലിൻ ഉണ്ട്, അത് ബീറ്റ സെൽസ് ആണ്, ലോവേഴ്സ് ബ്ലഡ് ഷുഗർ ലെവൽ. ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ, ഡെൽറ്റ സെൽസ് പ്രൊഡ്യൂസ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഹോർമോൺ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. അതായത് ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോണും ഗ്ലൂക്കോഗോണും അഡ്രിനാലിനും അങ്ങനെയുള്ളതെല്ലാം ഷുഗർ കൂട്ടുക ചെയ്യുള്ളൂ. ഷുഗർ കുറയ്ക്കുന്നത് ഇൻസുലിൻ മാത്രമാണ്. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ഹോർമോൺ തന്നെയാണ്. സൊമാറ്റോസ്റ്റാറ്റിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഡെൽറ്റ സെൽ. നമ്മളെപ്പോഴും പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽ പ്രൊഡ്യൂസ് ഗ്ലൂക്കോഗോൺ വിച്ച് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ. ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ വിച്ച് ഡിക്രീസ് ബ്ലഡ് ഷുഗർ ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് സൊമാറ്റോസ്റ്റാറ്റിൻ ബൈ ഡെൽറ്റ സെൽ. ഡെൽറ്റ സെൽസ് ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഒരുപാട് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഈ ജൈജാൻറ്റിസം വരെ അക്രോമെഗലി വരാം. അത് വരാതെ അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുന്ന ആവശ്യത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇതാണ്. അതുപോലെ ഇൻസുലിൻ ഗ്ലൂക്കോണൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന
സൊമാറ്റോസ്റ്റാറ്റിൻ ആണ്. സോ പാൻക്രിയാറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഹൈപ്പോസെക്രീഷൻ, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായിരിക്കും. ഹൈപ്പർ സെക്രീഷൻ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും. ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കുറയുന്നതും ഷുഗർ കൂടുന്നതിനേക്കാൾ ഡേഞ്ചർ ആണ്. പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നാവ് അനക്കാൻ പോലും പറ്റുന്നില്ല. ക്ഷീണം തോന്നുന്നു എന്ന് പറയും, നാവ് അനക്കാൻ കൂടി പറ്റില്ല. ചിലപ്പോൾ ഈ കുറച്ച് വയസ്സായ ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാരെല്ലാം മെഡിസിൻ കഴിക്കും, ചിലപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കും. രാത്രി ആയി കഴിഞ്ഞാൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്ന് അവർ വേർക്കാൻ തുടങ്ങും, നാവ് വരളുന്ന പോലെ തന്നെ. പക്ഷെ ഇവർക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്ന അവസ്ഥയ്ക്ക് ചിലപ്പോൾ അവരുണ്ടായിരിക്കില്ല. ദെൻ ഗ്ലൂക്കോഗോണില് റെയർ ആണ്. ഹൈപ്പോസെക്രീഷൻ എന്ന് പറയുന്നത് റെയർ ആണ്. പക്ഷെ ഹൈപ്പർ സെക്രീഷൻ വന്നാൽ ഹൈപ്പർ ഗ്ലൈസീമിയ വരാം. ഇനി അഡ്രിനൽ ഗ്ലാൻഡിലെ ഹോർമോൺസ് ആണ് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡിനെ നമ്മൾ കോർട്ടെക്സ് എന്നും മെഡുല എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്രിനൽ ഗ്ലാൻഡിന്റെ. സോ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇനി പറയുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അതാണ് സ്ട്രെസ് റെസ്പോൺസ്. നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് റെസ്പോൺസ് ആണ് ഇതുണ്ടാക്കുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ് ആണ്, ഇപ്പോഴത്തെ കുറെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് സ്ട്രെസ് ആണ് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്നതെന്നും കൊളസ്ട്രോള് കുറയ്ക്കാൻ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ, കാരണം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മൾ മെറ്റബോളിസം ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, കൊളസ്ട്രോൾ ആക്ച്വലി ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറാണ്. 70% ലിവറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ HDL, LDL, VLDL അല്ലെങ്കിൽ കൈലോമൈക്രോൺ ഒക്കെ എക്സോജീനസ്, എൻഡോജീനസ് ട്രൈഗ്ലിസറൈഡിനൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറ്ററി എക്സോജീനസ് എന്ന് പറഞ്ഞാൽ ഡയറ്ററി ട്രൈഗ്ലിസറൈഡിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടാണ് ഈ HDL, LDL ഒക്കെ വരുന്നത്. ട്രൈഗ്ലിസറൈഡ് ഒരു വില്ലനാണ്. അതേപോലെ തന്നെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ദെൻ മിനറാലോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ് സോഡിയം, പൊട്ടാസ്യം, നമ്മുടെ വാട്ടർ ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ് എല്ലാം ചെയ്യുന്നതാണ് മിനറാലോകോർട്ടിക്കോയിഡ് ഓർ ആൽഡോസ്റ്റിറോൺ. ദെൻ അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ പറഞ്ഞാൽ DHEA, ഡൈഹൈഡ്രോക്സി എപ്പി ആൻഡ്രോസ്റ്റിറോൺ എന്ന് പറയും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആയിട്ടുള്ള, പ്രൈമറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്പേം പ്രൊഡക്ഷൻ ഒക്കെ വരുന്നതാണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരിക, സൗണ്ട് ഹാർഡൻ ആവുക, മെയിൽസിൽ സൗണ്ട് ഹാർഡൻ ആയി വരിക, പ്യൂബിക് ഹെയർ വരിക, ദെൻ ബോഡി മൊത്തം ഹെയർ ഗ്രോത്ത് വരിക, കൂടുതൽ മസ്കുലനൈസേഷൻ വരിക, ഇതെല്ലാം DHEA റോളാണ്. ഇനി അഡ്രിനൽ മെഡുല പ്രൊഡ്യൂസ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അതായത് നമുക്കൊരു പെട്ടെന്ന് നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിജിലന്റ് ആവുകയും മാറുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മൊത്തം ഒരു എന്തോന്ന് പാസ് ചെയ്ത പോലെ ഒരു ഫീൽ വരും. അതെല്ലാം ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ആണ്. അപ്പൊ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഭയങ്കര വിജിലന്റ് ആക്കും. നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ചെയ്യുന്നതാണ്. അപ്പൊ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നേരെ ഒരു നായ വരികയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഓടാൻ പറ്റും, അല്ലെങ്കിൽ അതായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അയാളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടുന്ന് ഓടാൻ പറ്റും. അപ്പൊ ഇതിന് ഈ ഹോർമോൺസിന്റെ സ്റ്റിമുലേഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്കെതിരെ വരുന്ന ആളുടെ, ഇപ്പൊ നമ്മുടെ നേരെ ഒരു ചെറിയൊരു നായ വരുന്ന പോലെയല്ല, വലിയൊരു നായ വന്നാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. ചെറിയ നായ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്ന ഒരു ഇത് വരും. പക്ഷെ വലിയൊരു ഇതാണെങ്കിൽ നമ്മൾ ഓടും. ചില ആൾക്കാർ വലിയ നായ വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു ആന വരുമ്പോൾ ആരും അങ്ങനെ ഫേസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ നമുക്ക് എതിരെ വരുന്ന എന്താണെങ്കിലും ആ ഒരു സ്റ്റിമുലസ്, നമ്മുടെ ബോഡി ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റിമുലസ് ഉണ്ടാക്കുന്ന ആ സ്റ്റിമുലസ് എന്താണെന്നുള്ളതൊക്കെ ജഡ്ജ് ചെയ്ത് നമ്മുടെ ബോഡിയാണ്. കണ്ണെന്നുള്ള മെസ്സേജ് വരും, അത് ഇന്നതാണ്, ഇത്ര വലിപ്പമുള്ള, ഇന്ന ജീവിയാണ്, ഇത്ര വലിപ്പമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ തല്ലാൻ വരുന്ന ഒരാളാണ് വരുന്നത്, അല്ലെങ്കിൽ 10 ആൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ റെസ്പോൺസോടും നമ്മുടെ ബോഡിയോട് അതിനെതിരെ റിയാക്ട് ചെയ്യാൻ പറയുന്നതെല്ലാം ഈ അഡ്രിനൽ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ആണ്. സോ അഡ്രിനൽ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി, അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺ ഡെഫിഷ്യൻസി ആണ് പറയുന്നത്. കോർട്ടിസോൾ വന്നാൽ അഡിസൺ ഡിസീസ് വരും, കുഷിംഗ് സിൻഡ്രോം വരും. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്രിനോകോർട്ടികോട്രോപിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആ ACTH ഈ കോർട്ടിസോൾ സെക്രീഷനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആൽഡോസ്റ്റിറോൺ വന്നാൽ ഹൈപ്പോ ആൽഡോസ്റ്റിറോണിസം, ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം വരും. ആൽഡോസ്റ്റിറോൺ നമ്മുടെ സോഡിയം പൊട്ടാസ്യം മെയിൻ്റെനൻസ്, വാട്ടർ ബാലൻസ് ഒക്കെ വരും. അപ്പോൾ BP കൂടുതൽ കുറവ് അങ്ങനെയുള്ളതൊക്കെ വരും. ദെൻ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ സെക്രീഷൻ വെരി റെയർ ആണ്,
ഹൈപ്പർ സെക്രീഷൻ കോസ് ഫിയോക്രോമോസൈറ്റോമ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ എപ്പിനെഫ്രിൻ സെക്രീഷൻ കൂടുതലാവുന്ന കണ്ടീഷനാണ്, ക്യാൻസറസ് കണ്ടീഷനാണ് ഫിയോക്രോമോസൈറ്റോമ. അങ്ങനെ കൂടുതൽ സെൽസ് വരുമ്പോൾ കൂടുതൽ എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ്, ക്യാൻസറസ് ആണ്. നമ്മുടെ ബി പി ലെവലെല്ലാം നന്നായിട്ട് ഷൂട്ട് ചെയ്യും ഫിയോക്രോമോസൈറ്റോമ വരുമ്പോൾ. മെഡിസിൻ കൊടുത്താലും കൺട്രോൾ ആവില്ല, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും. ഇനി അടുത്താണ് ഗൊണാഡൽ ഹോർമോൺസ്. ഗൊണാഡൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗൊണാഡൽ ഹോർമോൺസ് ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മെയിൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ സെക്സ് ക്യാരക്ടറും മെനിസ്ട്രൽ സൈക്കിളും എല്ലാം ചെയ്യുന്നത് ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ മെനിസ്ട്രൽ സൈക്കിൾ വരുമ്പോൾ ആദ്യം ഈസ്ട്രോജൻ കൂടുതലായിരിക്കും, പിന്നെ ലൂട്ടനൈസ് ഹോർമോണിന്റെ ഒരു സർജ് വരുമ്പോൾ നമുക്ക് ഓവുലേഷൻ വരും. അതിനുശേഷം ഓവുലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് കൺട്രോൾ ചെയ്യുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. അപ്പോൾ അത് ഏറ്റവും പീക്ക് വരുന്ന ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊജസ്റ്റിറോൺ ആയിരിക്കും. അപ്പൊ പ്രീ ഓവുലേറ്ററിയിൽ ഈസ്ട്രോജൻ ആയിരിക്കും, പോസ്റ്റ് ഓവുലേറ്ററിയിൽ പ്രൊജസ്ട്രോൺ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ച് വന്നിട്ടാണ് നമ്മുടെ ബോഡിയിലെ ഫീമെയിൽ ബോഡിയിൽ മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് സൈക്കിൾ ആയിട്ട് പോകുന്നത്. സോ ഡിസോർഡേഴ്സ് ഓഫ് ഗൊണാഡൽ ഹോർമോൺ ആണ് പറയുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹൈപ്പോസെക്രീഷൻ വന്നാൽ ഹൈപ്പോഗൊണാഡിസം വരും, ഹൈപ്പർ സെക്രീഷൻ വന്നാൽ ഏർലി പ്യൂബർട്ടി വരും. ഈസ്ട്രോജൻ ആണെങ്കിൽ മെനിസ്ട്രൽ അബ്നോർമാലിറ്റീസ് വരും. ഹൈപ്പർ സെക്രീഷൻ വന്നാൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ. എൻഡോമെട്രിയത്തിനകത്തുള്ള ഹൈപ്പർപ്ലേസിയ അവിടെ കൂടുതൽ പെട്ടെന്ന് അവിടെ ഇത് ഉണ്ടാവുന്നു, ബ്ലീഡിങ് കൂടുതലായിരിക്കും. അങ്ങനെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ ഹൈപ്പറൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. പ്രൊജസ്ട്രോൺ ആണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ആണ്, കുറഞ്ഞു വന്നാൽ കൂടുതൽ പ്രൊജസ്ട്രോൺ കൂടുന്ന കണ്ടീഷൻ വെരി റെയർ ആണ്. സോ നമ്മുടെ ഡിഫറെന്റ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ലിപ്പിഡ് മെറ്റബോളിസം, അങ്ങനെ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിലാണ്. അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ, ഇതെല്ലാം വരുന്നതൊക്കെ മെറ്റബോളിസത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഹോർമോൺ, സെക്സ് ഹോർമോൺ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ വരുന്ന സെക്സ് ഹോർമോൺസ്. ദെൻ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ആൽഡോസ്റ്റിറോൺ, അതുപോലെ PTH, അതായത് ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ കാൽഷ്യം റീഅബ്സോർപ്ഷൻ, അതുപോലെ ഫോസ്ഫറസ്, അതിനെല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഇതിന്റെ ഫംഗ്ഷനിൽ. അപ്പം ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആയ സ്ട്രക്ചറുകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസ് ഓഫ് എൻഡോക്രൈൻ ഡിസോർഡർ. എൻഡോക്രൈൻ ഡിസോർഡറിലാണ് നമുക്ക് ഈ പറയുന്ന ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഡിലേഡ് പ്യൂബർട്ടി, പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അല്ലെങ്കിൽ ജൈജാൻറ്റിസം, ഡോർഫിസം, അക്രോമെഗാലി, പിന്നെ അഡിസൺസ് ഡിസീസ്, മിക്സഡിമ, ക്രെറ്റിനിസം, ടെറ്റനി, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. സോ അതേപോലെ ഈ ഹോർമോൺ തെറാപ്പി മോണിറ്റർ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. ചില ആൾക്കാർക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡൽട്ട് ആയിരിക്കും, അപ്പൊ ഗ്രോത്ത് ഹോർമോണിന്റെ ആവശ്യമില്ല. പക്ഷെ TSH, സെക്സ് ഹോർമോൺ, ഗോണാഡ്, അതായത് FSH, LH, ACTH, ഇതൊന്നും പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇത് വരില്ല. അതായത് മീശ നമ്മുടെ ബോഡിയിലെല്ലാം, ഇപ്പൊ മീശ വരുന്ന ഒരാളാണ്, മീശയുള്ള ഒരാള്, അത് കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് പുതിയത് വരും. പക്ഷെ ഇവരുടെ അങ്ങനെയുള്ള സെക്ഷൽ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് പോലും അവർക്ക് ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് അത് വരും. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്താൽ അത് ഈ ഗൊണാഡൽ, അതായത് സെക്സ് ഹോർമോൺസിന്റെ കാര്യത്തിലാണ് അത് വരിക. ബാക്കി നമ്മുടെ തൈറോയിഡിനുള്ള ഇഷ്യൂസ് വരും, ദെൻ അഡ്രിനൽ ഗ്ലാൻഡിന് വരും, അതേപോലെ അങ്ങനെയുള്ള എല്ലാത്തിനും ഗ്രോത്ത് ഹോർമോൺ, പാരാതൈറോയിഡ്, എല്ലാ സിസ്റ്റത്തിനും ഇത് ബാധിക്കും. അപ്പൊ ഇതിന്റെ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺ എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിൽ ചെയ്യും, യൂറിനിൽ ചെയ്യും, സലൈവയിൽ ചെയ്യും, വാരിയസ് കെമിക്കൽ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്. അപ്പൊ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെല്ലാം ഇത് ചെയ്യും. ബ്ലഡിൽ യൂറിനിലൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുക. സോ ഇമ്മ്യൂണോസേ ടെക്നിക്കലി നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ആണ് ഇമ്മ്യൂണോസേ. അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഹോർമോൺസിനെ മെഷർ ചെയ്യുക. ഇതും ബേസിക്കലി പ്രോട്ടീൻ ആണ്, ആന്റിജൻ ആന്റിബോഡിയും പ്രോട്ടീൻ. അപ്പൊ ആ പ്രോട്ടീൻ നേച്ചറിലുള്ള ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ റേഡിയോ ഇമ്മ്യൂണോ അസേ. അപ്പോൾ ഇതിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ലേബിൾഡ് ഹോർമോൺ ദാറ്റ് കോമ്പീറ്റ്സ് വിത്ത് ദ പേഷ്യന്റ് ഹോർമോൺ ഫോർ ബൈൻഡിങ് സ്പെസിഫിക് ആന്റിബോഡി. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ
എടുത്തിട്ട് അതിന്റെ ആന്റിബോഡി, അതിനെതിരെയുള്ള ആന്റിബോഡി ആയിട്ട് കോമ്പറ്റീഷൻ വരും. അപ്പൊ പേഷ്യൻ ഹോർമോണും നമ്മൾ എടുത്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ലെവൽഡ് ഹോർമോൺ ആയിട്ടുള്ള ഹോർമോൺ ആന്റിജനിക് ആണ്. ഹോർമോൺ പ്രോട്ടീൻ ആകുമ്പോൾ ആന്റിജനിക് ആവും. നമ്മുടെ ഹോർമോണും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റ് ഹോർമോണും ആന്റിജനിക് ആണ്. റേഡിയോ ഐസോട്ടോപ്പ് ലെവൽഡ് ഹോർമോണും ആന്റിജനിക് ആണ്. എന്നിട്ട് അതിന്റെ ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ ഉണ്ടാക്കും. കോമ്പറ്റീഷൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ദ റേഡിയോ ആക്ടിവിറ്റി ഓഫ് ദ ബൗണ്ട് ഹോർമോൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹോർമോൺ കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ 100 ആന്റിബോഡി കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് ലെവൽഡ് ഹോർമോൺസും കൊടുക്കുന്നുണ്ട്. പേഷ്യന്റ് സാമ്പിൾ ഹോർമോൺ ഉണ്ട്. അപ്പൊ ഇത് എത്രത്തോളം റേഡിയോ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ബൗണ്ട് ചെയ്താൽ മാത്രമാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുക. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ടോ അതുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കാരണം ഹോർമോൺ കൂടുമ്പോൾ നമ്മുടെ ഹോർമോണായിട്ട് ആന്റിബോഡി ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും. പ്രോട്ടീൻ ആന്റിജൻ ആന്റിബോഡി, ആ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോ എത്രത്തോളം ഇത് ബൗണ്ട് ചെയ്താൽ മാത്രമേ, ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ലേബിൾഡ് ഹോർമോണ് ബൈൻഡ് ചെയ്താൽ മാത്രമാണ് അത് റേഡിയോ ആക്ടിവിറ്റി റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. റേഡിയോ ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഹോർമോണിന്റെ അളവ് കുറവാണ്, റേഡിയോ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണിന്റെ അളവ് കൂടുതലാണ്. സോ കോർട്ടിസോള്, ഇൻസുലിൻ, TSH, T3, T4, TSH എല്ലാം RIA വെച്ച് നമ്മൾ ചെയ്യാം. ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്, ഡിറ്റക്ട് ഹോർമോൺ അറ്റ് പൈക്കോഗ്രാം ലെവൽ. ഈ ആന്റിജൻ ആന്റിബോഡി റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോസി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഷെൽഫ് ലൈഫ് ആണ്. ഈ റിയേജന്റിന് ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് DK കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മിനിമം ടൈമിൽ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു റിസ്ക്കും ഉണ്ട്. ദെൻ ELISA യൂസ് ആൻ എൻസൈം ലേബിൾഡ് ആന്റിജൻ ഓർ ആന്റിബോഡി ടു ഡിറ്റക്ട് ഹോർമോൺ ലെവൽ. അപ്പോൾ ഒരു ആന്റിജനോ ആന്റിബോഡിയോ ഡിറ്റക്ട് ചെയ്യുന്നു, അതായത് എൻസൈം ലേബിൾഡ് ആയിട്ടുള്ള എൻസൈം വെച്ചിട്ടുള്ള ആന്റിജൻ ആന്റിബോഡിയോ കൊടുക്കുന്നു. ആന്റിജൻ കൊടുത്താൽ ഇത് ആന്റിബോഡി ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്തിട്ട് ഇവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എൻസൈമിന്റെ മീഡിയേറ്റ് ആയിട്ട് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. സോ ദ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ജനറേറ്റ് എ കളർ ചേഞ്ച് മെഷേർഡ് യൂസിങ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കളർ നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ വഴി മെഷർ ചെയ്യുന്നു. അതാണ് ELISA വരുന്നത്. അതിലും നമുക്ക് ഇൻസുലിൻ, HCG, ബീറ്റ HCG ചെയ്യുന്നുണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം ചെയ്യാം. സേഫ് ആണ്, കാരണം റേഡിയോ ആക്ടിവിറ്റിയില്ല, റാപ്പിഡ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അളവ് തന്നെ നമുക്ക് കിട്ടും. ഇത്ര മൈക്രോഗ്രാം, ഇത്ര മൈക്രോ IU എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. ബട്ട് ഇറ്റ് റിക്വയർ ELISA റീഡർ. ELISA റീഡർ ആണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ ELISA ആണ് ആ മൈക്രോ ടൈറ്റർ പ്ലേറ്റ് വെല്ലെല്ലാം യൂസ് ചെയ്ത് ELISA റീഡർ വഴി ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ അഡ്വാൻസ്മെന്റ് വന്നാണ് കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോസെ. കെമിലൂമിനസെന്റ് എന്ന് പറയുന്നത് ഇത് യൂസസ് ലൂമിനസെന്റ് റിയാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് കളറിമെട്രിക് ഓർ റേഡിയോ ആക്റ്റീവ് ലേബൽ. അപ്പൊ ഇവിടെ ലൂമിനസെന്റ് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇതില് കളർ പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കളർ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ മെഷർമെന്റ്. ലൂമിനസെന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ ഈ ഫ്ലൂറസെന്റ് ആ ഒരു ടെക്നിക്ക് ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ കളറിമെട്രിക്കലി റീഡ് ചെയ്യുമ്പോൾ അതിന് സെൻസിറ്റിവിറ്റി കുറയും. റേഡിയോ ലേബിൾഡും അല്ല യൂസ് ചെയ്യുന്നത്, ലൂമിനസെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ മൈന്യൂട്ട് റേഞ്ച് എടുക്കാൻ പറ്റും. സോ ലൈറ്റ് എമിഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഹോർമോൺ കോൺസെൻട്രേഷൻ. അപ്പൊ അതിൽ എത്രത്തോളം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഹോർമോണിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്താൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ട്. യൂസ്ഡ് ഫോർ TSH, കോർട്ടിസോൾ, GH, LH, FSH ഇതെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യുന്നതെല്ലാം ഹയർ സെൻസിറ്റിവിറ്റി ആൻഡ് ഓട്ടോമേഷൻ ഫ്രണ്ട്ലി ആണ്. ഓട്ടോമേറ്റഡ് മെത്തേഡ് എല്ലാം കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോസെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ ഒരു ഇലക്ട്രോ കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോസെ എന്ന് പറഞ്ഞ ഇതുണ്ട്. അതുകൂടി നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രോ, അതായത് അവിടെ ഒരു ചാർജ് ഇലക്ട്രിക് അങ്ങനെ അതുകൂടി ഇതിൽ കൂടി ഈ കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോസയിൽ ലൂമിനസെൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇലക്ട്രിക് കറണ്ട് കൂടി, ഇലക്ട്രിസിറ്റി കൂടി, ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് അങ്ങനെ കൂടി ഇത് കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് എക്ലിയ മെത്തേഡ്. ഇത് ക്ലിയ ആണ്, മറ്റേത് എക്ലിയ മെത്തേഡ്. സോ പിന്നെ നമുക്ക് ക്രോമറ്റോഗ്രാഫി ചെയ്യാം, ഹോർമോൺസ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് ചെയ്യാം. അത് പ്രിസൈസ് ക്വാണ്ടിഫിക്കേഷൻ ആണ്, പക്ഷെ കുറച്ചുകൂടി ക്രോമറ്റോഗ്രാഫി എല്ലാം
ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന ഹോർമോൺ അനലൈസേഴ്സിൽ നമുക്ക് എക്ലി എല്ലാം യൂസ് ചെയ്യാം. പിന്നെ HPLC ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യാം. അപ്പോൾ ഹോർമോൺ ബേസ്ഡ് ഓൺ ദർ കെമിക്കൽ പ്രോപ്പർട്ടി യൂസിങ് ലിക്വിഡ് മൊബൈൽ ഫേസ് ആൻഡ് സോളിഡ് സ്റ്റേഷനറി ഫേസ്. ലിക്വിഡ് മൊബൈൽ ഫേസും സോളിഡ് സ്റ്റേഷനറി ഫേസും വെച്ചിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ആണ്. അതായത് ആ സോളിഡ് സ്റ്റേഷനറി ഫേസിൽ ഇപ്പോൾ ക്രോമറ്റോഗ്രാഫിക്ക് ആ ഒരു ഇതിലാണ്, ഫിൽട്ടർ പേപ്പറിലാണെങ്കിൽ അതിന് മേലെ ഇത് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് UV അല്ലെങ്കിൽ ഫ്ലൂറസൻ ഡിറ്റക്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്യാം. അപ്പൊ കാറ്റക്കോളമൈൻ, അതായത് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, സ്റ്റീറോയിഡ് ഹോർമോൺ, കോർട്ടിസോൾ, ഈസ്ട്രഡിയോൾ, ഇങ്ങനെയുള്ളതെല്ലാം HPLC-യിൽ ചെയ്യാം. അപ്പൊ HPLC, ക്ലീൻ അല്ലെങ്കിൽ എക്ലിയ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. LIC എല്ലാം ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയി. ഇനി ഇതന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി എല്ലാം ചെയ്യാം. ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി മെത്തേഡ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി ചെയ്യുക, അതിൽ തന്നെ മാസ് സ്പെക്ട്രോഫോട്ടോമെട്രിയും ചെയ്യാം. സെപ്പറേറ്റ് വോളറ്റൈൽ ഹോർമോൺ മെറ്റബോളൈറ്റ്സ് ആൻഡ് ഡിറ്റക്ട് ദം ഇൻ ദർ മാസ് ടു ചാർജ് റേഷ്യോ. അതായത് ഇതെല്ലാം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുപ്പം, ചാർജ്, ഇതിനനുസരിച്ചാണല്ലോ ഇതിന്റെ മൂവ്മെന്റ് വരിക. അത് വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. സോ ഇത് ടെസ്റ്റോസ്റ്റിറോൺ എസ്റ്റിമേഷൻ, അതേപോലെ DHEA, സ്റ്റീറോയിഡ് ഹോർമോൺ മെറ്റബോളൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഹൈലി സ്പെസിഫിക്, സെൻസിറ്റീവ് ആണ് ഈ ഗ്യാസ് ക്രോമറ്റോഗ്രഫി പ്ലസ് മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി മെത്തേഡ്. ഡിസഡ്വാൻറ്റേജ് പറയാൻ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ക്രോമറ്റോഗ്രഫി എല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനേക്കാൾ നല്ലത് നമുക്ക് എക്ലി ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ഒരു അങ്ങനത്തെ ഒരു സെറ്റിംഗിൽ കുറച്ചുകൂടി ബെറ്റർ ആ മെത്തേഡ്സ് ആണ്. ഇനി ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ടാൻഡം മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്ന മെത്തേഡാണ്. കമ്പൈൻഡ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി സെപ്പറേറ്റ് വിത്ത് സ്മാർട്ട് സ്പെക്ട്രോഫോട്ടോമെട്രിക് ഡിറ്റക്ഷൻ. അപ്പൊ ലിക്വിഡ് കമ്പൈൻഡ് ആയിട്ടുള്ള ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, അതിൽ മൂവ്മെന്റ് വരുന്നതനുസരിച്ചിട്ട് മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട്, എന്നിട്ട് അതിൽ കളർ വെച്ചിട്ട് ഓരോന്നിനും കളർ വെച്ചിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ച്, അതായത് സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡി മെറ്റബോളൈറ്റ്സ്, കോർട്ടിസോൾ, ഈസ്ട്രോജൻ, ആൻഡ്രോജൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി. ഇതിന് കൂടുതൽ ഇതൊന്നുമില്ല. ഇതിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫോർ സ്റ്റീറോയിഡ് ഹോർമോൺ ക്വാണ്ടിഫിക്കേഷൻ, ആൻഡ്രോജൻ, ഈസ്ട്രോജൻ, കോർട്ടിസോൾ, ഇതിനെല്ലാം ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ടാൻഡം മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്ന ഇതാണ്, മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി. പിന്നെ ബയോഅസേ ഉണ്ട്, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഇൻ സെൽ കൾച്ചർ ആൻഡ് ആനിമൽസ്. ബയോഅസേ ആനിമൽസിൽ ഇഞ്ചെക്ട് ചെയ്ത് അതിന്റെ ചേഞ്ച് വെച്ചിട്ട് നോക്കുന്നതാണ്. ഗ്രോത്ത് ഹോർമോൺ ബയോഅസേ എന്ന് പറഞ്ഞിട്ട് ഗ്രോത്ത് ഓഫ് റാബിറ്റ്, ടിബിയ. ഗ്രോത്ത് ഹോർമോൺ, അപ്പൊ പേഷ്യന്റ് ഈ ഇതിലെടുത്തിട്ട് ഗ്രോത്ത് ഹോർമോൺ ഇത് റാബിറ്റിൽ ഇൻസേർട്ട് ചെയ്ത് ടിബിയുടെ ഗ്രോത്ത്, അതിന്റെ കാല് നീളം വെക്കുന്നത്, ഗ്രോത്ത് ഹോർമോൺ നീളം വെക്കാൻ വലിപ്പം കൂട്ടുന്നു, ഉയരം കൂട്ടുന്നതാണല്ലോ. സോ അതിൽ ടിബിയുടെ റെസ്പോൺസ് നോക്കാം. FSH, LH ബയോഅസേ ഓവേറിയൻ വെയിറ്റ് ഗെയിൻ ആൻഡ് ഓവേറിയൻ വെയിറ്റ് ഗെയിൻ ഇൻ ഇമ്മച്വർ മൈസ്. പക്ഷെ ഇതെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമുക്ക് ആ പേഷ്യന്റിന്റെ കറക്റ്റ് വാല്യൂ, കറക്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂണോ ഫ്ലൂറസൻസും, കെമിലൂമിനസിന്റെ ഇമ്മ്യൂണോസെയിം, ഇലക്ട്രോ കെമിലൂമിനസിന്റെ ഇമ്മ്യൂണോസെയിം, HPLC എല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. ഇതിനൊന്നും ഇപ്പോൾ റെലവൻസ് ഇല്ല. ലെസ് സ്പെസിഫിക്കും എത്തിക്കലി ലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ അനിമൽസിനെ യൂസ് ചെയ്ത് ഹോർമോൺ കുത്തിവെക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചേഞ്ച് വരും. പിന്നീട് ഇപ്പോൾ ടിബിയെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലൈഫ് ടൈം പിന്നെ അതിന്റെ റുട്ടീൻ ആക്ടിവിറ്റിക്ക് ബാധിക്കും. അതേപോലെ ഓവറിയൻ വെയിറ്റ് ഗെയിൻ ഇൻ ഇമ്മച്വർ മൈസ് എന്ന് പറഞ്ഞാൽ ഇമ്മച്വർ അല്ല, ചെറിയ മൈസിൽ ഈ FSH, LH ബയോഅസേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓവറിയൻ വെയിറ്റ് ഗെയിൻ വരും. പിന്നെ ചിലപ്പോൾ അതിന്റെ അടുത്തൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് ലിമിറ്റഡ് ആണ്. സോ നമ്മുടെ ലിവറിന്റെയും കിഡ്നിയുടെയും അതിന്റെ മെറ്റബോളിക്സ് എല്ലാം ഡിറ്റക്റ്റഡ് ഇൻ യൂറിൻ, ബ്ലഡ് ആൻഡ് സലൈവ. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ഹോർമോൺസിന്റെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിസം അങ്ങനത്തെ എല്ലാം നമുക്ക് ലിവറിലും കിഡ്നിയിലും എല്ലാം ഡിഫറെന്റ്. ഇപ്പോൾ കൊളസ്ട്രോൾ മെറ്റബോളിസം, ഗ്ലൂക്കോനിയോജെൻസിസ്, ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോജീനോലൈസിസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഗ്രോത്ത് ഹോർമോൺ, അഡ്രിനാലിൻ, അതേപോലെ ലിപ്പിഡ് മെറ്റബോളിസിന്റെ ലിപ്പേസസ്, പ്രോട്ടീൻ മെറ്റബോളിസിന്റെ ഒരുപാട് പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, ഇങ്ങനെയെല്ലാം വരുന്ന ഇതിന്റെ എല്ലാം നമുക്ക് മെഷർമെന്റ് നമുക്ക് ആവശ്യം വരും. പെപ്സിൻ, ട്രിപ്സിൻ ഇതൊക്കെ പറയുന്നത് എൻസൈംസിലാണ് വരുന്നത്. ബാക്കിയെല്ലാം ഹോർമോൺസ് ആണ്. സോ T3 T4 ആയി കൺവേർട്ട് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺ മെറ്റബോളിസത്തിൽ വരുന്നത്
T4 T3 ആയിട്ട് T3 കൺവേർഷൻ വരുന്നുണ്ട്. മെറ്റബോളൈസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് T3 ഇനാക്റ്റീവ് ഫോം ആണ്. അപ്പൊ റിവേഴ്സ് T3 എസ്റ്റിമേഷൻ ഇൻ ഹൈപ്പോതൈറോയിഡിസം, യൂതൈറോയ്ഡ് സിക് സിൻഡ്രോം, ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം തൈറോയ്ഡ് ഹോർമോണിന്റെ എസ്റ്റിമേഷൻ വെച്ച് റിവേഴ്സ് ആണ്. മറ്റേത് T3 എന്നാണ് T4 ഉണ്ടാവുന്നത്, ഇത് നേരെ തിരിച്ചാണ്, റിവേഴ്സ് T3 ആണ് വരുന്നത്. കോർട്ടിസോള് കോർട്ടിസോൺ ആയി മാറുന്നത് ഇനാക്റ്റീവ് ഫോമിലേക്ക് വരുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ DH ആയി മാറുന്നത്. മോർ പൊട്ടന്റ് ആയിട്ടുള്ള DH ആയി മാറുന്നത് DHT ആയി മാറുന്നത്, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആയി മാറുന്നത്. ദെൻ ഈസ്ട്രോജൻ മെറ്റബോളൈസ്, ഈസ്ട്രോൺ, ഈസ്ട്രയോൾ, ഈസ്ട്രഡിയോൾ, അങ്ങനെയുള്ള 3 ഫോം, ഈസ്ട്രോൺ, ഈസ്ട്രഡിയോൾ ആൻഡ് ഈസ്ട്രയോൾ. അപ്പൊ ഈ കോർട്ടിസോൾ മെഷർമെന്റ് ഇൻ കുഷിംഗ് സിൻഡ്രോം, കുഷിംഗ് സിൻഡ്രത്തിൽ യൂറിനിലൂടെ കോർട്ടിസോളിന്റെ എക്സ്ക്രീഷൻ വരും, അത് മെഷർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്റ്റീറോയിഡ് ഹോർമോൺ മെറ്റബോളിസിൽ നമ്മുടെ ഇതൊക്കെ മെഷർ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ അഡ്രിനൽ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റക്കോളമൈൻ, മെറ്റാനെഫ്രിൻ, വാനില മാൻലിക് ആസിഡ്, യൂറിനറി VMA ഇൻ ഫിയോക്രോമോസൈറ്റോമ. ക്ലിനിക്കൽ യൂസ് വരുന്ന VMA എസ്റ്റിമേഷൻ, യൂറിൻ VMA, വാനില മാൻലിക് ആസിഡ്, ഫിയോക്രോമോസൈറ്റോമ ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇൻസുലിൻ ഗ്ലൂക്കോൺ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോജീനസ് ഇൻസുലിൻ സെക്രീഷൻ ഉണ്ട്. അതേപോലെ C-peptide ടെസ്റ്റ് ഫോർ ഡിസ്റ്റിങ്ഷിങ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ ഇൻസുലിൻ C-peptide ആയി മാറ്റി ആ C-peptide മെറ്റബോളിസം നോക്കുക, C-peptide അളവ് നോക്കുക, അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയ കാര്യങ്ങളാണ്, നമ്മുടെ ബോഡിയിലെ എസെൻഷ്യൽ ആണ്. ഹീമോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, എൻഡോക്രൈൻ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഹോർമോൺ എസ്റ്റിമേഷൻ ചെയ്യുന്നു. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്മ്യൂണോസൈസ് ആയിട്ട് റേഡിയോ ഇമ്മ്യൂണോസൈ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ, കെമിലുമിനസെന്റ് ഇമ്മ്യൂണോസൈ ഉണ്ട്, അതാണ് മോസ്റ്റ് കോമൺ ആയി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ക്രോമറ്റോഗ്രാഫി ടെക്നിക് ആയിട്ടുള്ള HPLC, അതേപോലെ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി വിത്ത് ടാൻഡം മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി മുതല കുറച്ചുകൂടി ആക്യുറസി തരും. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഇത് തന്നെ ഇനഫ് ആണ്. സോ ഹോർമോണൽ മെറ്റബോളൈസിൻ യൂറിൻ ആൻഡ് ബ്ലഡ്, തൈറോയ്ഡ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ, അഡ്രിനൽ, പാൻക്രിയാറ്റിക് ഡിസോർഡർ കണ്ടുപിടിക്കാൻ, അതിനെല്ലാം നമുക്ക് സഹായിക്കുന്നു. അപ്പൊ ഹോർമോൺസിന്റെ എസ്റ്റിമേഷൻ, അതിന്റെ റോൾ എന്തൊക്കെയാണ്, അത് ഉണ്ടാക്കുന്ന ഡിസീസ് കണ്ടീഷനിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഇത് പറഞ്ഞ അതേ ഈ ജൈജാൻറ്റിസം ഇൻക്രീസ്ഡ് ഇൻ ചിൽഡ്രൻസിൽ ജൈജാൻറ്റിസം ഹൈപ്പോസെക്രീഷൻ ഡോർസിസ് ഉണ്ടാക്കുന്നു. അഡൽട്ടിലാണെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ ജൈജാൻറ്റിസം ഉണ്ടാക്കുന്നു. ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും ഒന്ന് നോക്കി വെക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഹോർമോണിൽ ആക്ച്വലി ആവശ്യമുള്ളൂ. താങ്ക് യു.